ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ അമ്പലത്തിൽ നിന്നാണ് ആ വീഡിയോക്ക് തുടക്കം കുറിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പുക്കിയാർത്തമ്പലം. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു അമ്പലം തന്നെയായിരിക്കും. അവിടത്തേക്ക് നമ്മൾ രാവിലെ തന്നെ വന്നിട്ടുള്ളത്. രാവിലെ തന്നെയൊന്നല്ല, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മളിന്ന് പഴനിക്ക് പോകുന്ന, അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ അമ്പലത്തിൽ വന്നിട്ട് പോകാമെന്ന് കരുതി. ഞാൻ എവിടെ പോകുന്നതാണെങ്കിലും ഈ അമ്പലത്തിൽ വന്നിട്ടാണ് പോകാറുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഹലോ, അപ്പം രാവിലെ നമ്മൾ പുക്കിയാർത്തമ്പലത്തിൽ പോയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇന്ന് പഴനിക്ക് പോകുന്ന, അതുകൊണ്ടാണ് ഞാൻ പുക്കിയാർത്തമ്പലത്തിലേക്ക് പോയത്. പക്ഷേ രാവിലെ കുറച്ച് തിരക്കായതുകൊണ്ട്, പിന്നെ ഇന്ന് രാമായണം വായിക്കുന്ന ദിവസമാണ്, അതുകൊണ്ട് പിന്നെ നട അടച്ചിട്ടാണെങ്കിലും നമുക്ക് അമ്പലത്തിൽ പോവാം. ഇത് തന്നെയാണ് എപ്പോഴത്തെയും പണി. നമ്മളിടുന്ന് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യും. ഇതാണ് എപ്പോഴും ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളൊന്ന് പഴനിക്ക് പോയിട്ട് വരാമെന്ന് കരുതി. എല്ലാം നിറച്ചു വെച്ചിരിക്കാണ്. ഒരു വർഷത്തേക്കുള്ള സാധനം നിറച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് അറിയില്ല ഇനി എന്തെല്ലാം, ഇനി പരതുമ്പോൾ മാത്രമേ അറിയുള്ളൂ എന്തെല്ലാം സാധനം എവിടെയാണെന്ന്. എന്നാലും ഇവരോട്ട് കുത്തി ഇയാളെ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇയാളെ മുടി ഒന്ന് നമുക്ക് മുട്ടയടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം 3:30ക്കാണ് വണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോകുന്നത് നമ്മൾ ട്രെയിനിലല്ല. നമ്മൾ ട്രെയിൻ നോക്കിയ സമയത്ത് എല്ലാ ദിവസവും ട്രെയിനില്ല. അപ്പം നമ്മുടെ, അതായത് പാലക്കാട് പോയിട്ട് കോയമ്പത്തൂർ പോയിട്ട് കോയമ്പത്തൂർ ടു പഴനി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് എല്ലാ ദിവസവും ഇല്ല, ഏതെല്ലോ ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളങ്ങനെ കൺഫ്യൂഷൻ അടിച്ച്, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി മോളുടെ ബർത്ത്ഡേ കഴിഞ്ഞ് ആ ഒരു സൺഡേ പോകാൻ വേണ്ടിയിട്ടാണ് നിന്നത്. പക്ഷേ മോക്കും ജലദോഷം, എനിക്കും ജലദോഷമൊക്കെ വന്നതുകൊണ്ട് നമുക്ക് സൺഡേ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് ബുധനാഴ്ചത്തേക്ക് മാറ്റി, അന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ട്രെയിനിൽ നമുക്ക് ഇങ്ങനെ മാറ്റി കളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട്, ട്രാവൽസ് ആണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഒരു ട്രാവലറിൽ പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മളെല്ലാം ഇതാ പാക്കാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ പോകേണ്ട പാക്കാണ് ഇത്. ഇതാണ് നമ്മുടെ ഇതാ. ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞൂട്ടീൻ്റെ ഡ്രസ്സസ് ആണ്. കുഞ്ഞൂട്ടീൻ്റെ ഡ്രസ്സസ് മാത്രമല്ല, മോളുടെ ഡയപ്പർ, മരുന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഒരു ബാഗിലാണെങ്കിൽ എൻ്റെയും ഏട്ടൻ്റെയും ഡ്രസ്സാണ് വരുന്നത്. അധികമൊന്നുമില്ല. ചങ്ങായി പറഞ്ഞ പോലെ, ഹലോ ചങ്ങായി പറഞ്ഞ പോലെ നമ്മൾ ഒരു വർഷത്തേക്കൊന്നുമല്ല പോകുന്നത്, ഒറ്റ ദിവസത്തേക്കാണ് പോകുന്നത്. അടുക്കളയിൽ ഗൈസ് നമ്മൾ എൻ്റെ അലമാര തുറന്നു വെച്ചിട്ടാണുള്ളത്. അപ്പോൾ അടുക്കളയിൽ നമുക്കുള്ളത് ഖാന അതിൻ്റെ സാധനങ്ങളാണ് അടുക്കളയിലുള്ളത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ മാത്രമേ അടുക്കളയിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രസ്സ് കാര്യം. പിന്നെ അപ്പുറത്ത് അമ്മയും അമ്മമ്മയും കൂടിയിട്ട് അവരുടെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുന്നത്. നമുക്കുള്ളത് ഇത്രയാണ് വരുന്നത്. അപ്പോഴാണ് നമുക്കിപ്പോൾ 3:30 വണ്ടി വരും, ട്രാവൽസ് കയറും. അപ്പോഴാണ് വണ്ടിയെ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നവും കാര്യങ്ങളെല്ലാം വരുന്നത് കൊണ്ട് വണ്ടി കയറി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ കഴിയുന്ന വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പം എന്നെ കൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. ഈ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ഈ നടന്ന് പോകുന്നത്. ഈ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ഈ ആള്. മോളുടെ കളിപ്പാട്ടെല്ലാം എടുത്തിട്ട് കളിക്കലാണ് ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള പണി. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രസ്സ് മോളുടെ സ്കേർട്ട് എടുത്തിട്ടാണ് കോഴിയമ്മക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോഴങ്ങനെ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കെട്ടും ബാണ്ടൊക്കെ എടുത്തിട്ട് ട്രാവലർ അവിടെ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് പോവുകയാണ്. അമ്മമ്മയാണ് മോളുടെ കളിപ്പാട്ടങ്ങളൊക്കെ മിക്കി മൗസിനെയും കോഴിയമ്മേനെയും എല്ലാം എടുത്തിട്ടുള്ളത്. ഒരു ഫ്ലാഗും ഉണ്ട് കയ്യിൽ. കാരണം നമ്മൾ August 15 കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മോൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം നമ്മളടുത്തേക്കാണ് വണ്ടി വന്നിട്ടുള്ളത്. അപ്പം നമ്മളങ്ങോട്ട് പോയി അവിടെ നിന്ന് കയറിയതിന് ശേഷം വീട്ടിൽ പോയിട്ട്, വീടിൻ്റെ അടുത്ത് പോയിട്ട് അമ്മേനെയും അച്ഛനെയും കൂടെ കൂട്ടണം. അപ്പം മാമൻ കൂടെ അവിടെ വന്നിട്ടുണ്ടാകും.
അപ്പോൾ അമ്മയുമായിട്ട് ഇതാ മുന്നിൽ തന്നെ പോയിട്ടുണ്ട്. ഞാനും അമ്മ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇതാണ് നമ്മൾ പോകുന്ന ട്രാവലർ, ട്രാൻസ്ഗാർഡിൻ്റെ. ഏട്ടൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഡ്രൈവർ. അപ്പോൾ നമ്മളിത് ഓരോരാളായിട്ട് നമ്മുടെ കെട്ടും ഭാണ്ഡങ്ങളും ഒക്കെ ഇതാ കയറ്റിയിട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ പഴനി ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഈ റോഡ് കണ്ടോ, ആ റോഡിലേക്ക് ഈ ട്രാവലർ കയറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേഗം കയറിയിട്ട് വിൻഡോ സീറ്റ്, ഏറ്റവും നീളം കൂടിയ വിൻഡോ ഏതാണ് അത് പിടിക്കാനിരുന്നിട്ടുള്ളത്. ഇതാണ് അർജു, ഏട്ടൻ്റെ ഫ്രണ്ട്. അവനാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഓണറും ഈ വണ്ടിയുടെ ഡ്രൈവറും ഒക്കെ ഒരാൾ തന്നെയാണ്. അവിടെ നമ്മൾ നേരെ ഇതാണ് ഇപ്പം വീട്ടിലേക്ക് അച്ഛനെയും അമ്മേനെയും കൂട്ടാൻ വേണ്ടിയിട്ട് പോയി. ഇതാ കാണുന്ന ഒരു പിങ്ക് സാരിയാണ് അമ്മ. അമ്മയ്ക്ക് വൊമിറ്റിങ്ങിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അമ്മ ടാബ്ലറ്റൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് വരുമ്പം ചിപ്സും അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിക്കലാണ്. പിന്നെ കൊയിലാണ്ടി പോയൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വടകര റോഡ് ഭയങ്കര പോക്കായിട്ടുള്ള റോഡാണെന്നുള്ളത്. അപ്പോൾ നമ്മളിതാ വടകരയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള റോഡാണ്. കണ്ട റോഡിൻ്റെ അവസ്ഥയെല്ലാം കണ്ട പൊട്ടിപ്പൊളിഞ്ഞ് ട്രാഫിക്കാണ്. അങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ രാത്രിയായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കന്നെ അമ്മമാർ രണ്ടാളും അമ്മമ്മയും കുറച്ച് ഉറക്കം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെ അധികം വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈറ്റ് സീയിങ് ആണ് എൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. ഞാനങ്ങനെ ഉറങ്ങൽ കുറവാണ്. അപ്പോൾ ഇതാ ഇരിടത്ത് നിങ്ങൾക്കൊന്നും കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. നമ്മളതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു 9 മണി 9:30 ആയപ്പോൾ ഒരു ഹോട്ടലിൽ, ഒരു കൊണ്ടോട്ടിയാണെന്ന് തോന്നുന്നു എത്തിയിട്ടുണ്ടായത്. ആ ഹോട്ടലിൽ നിർത്തിയിട്ട് കോഴിക്കോട് കൊണ്ടോട്ടിയോ കറക്റ്റ് എനിക്ക് പ്ലേസ് ഓർമ്മയില്ല. ആ ഒരു ഹോട്ടലിൽ നമ്മളെ നിർത്തിയിട്ട് ഇതാ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. അപ്പം നമ്മളൊക്കെ ഈ ഒരു ക്യാബിൻ പോലത്തെ ഉള്ളിലും, അതുപോലെ നമ്മുടെ ഏട്ടനും അതുപോലെ അനിയന്മാരും നമ്മുടെ ഡ്രൈവറൊക്കെ കൂടിയിട്ട്, ഏട്ടൻ്റെ ഫ്രണ്ടൊക്കെ കൂടിയിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആരും നോൺ വെജ് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ വണ്ടിയിൽ കയറി അങ്ങനെ നമ്മൾ ഉറങ്ങി. കുറച്ച് സമയമെങ്കിലും ഉറങ്ങണമല്ലോ. പക്ഷെ മോൾക്ക് തീരെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുന്നത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ഉറക്കെല്ലാം കണക്ക് തന്നെയായിരുന്നു. നമുക്ക് തീരെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം പഴനി എത്താറായപ്പോഴാണ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായത്. പിന്നെ പെട്ടെന്ന് ഞെട്ടുമ്പോഴേക്ക് ഇതാ പഴനി എത്തിയെന്നും പറഞ്ഞു. അവിടെ പാർക്കിങ്ങിനൊക്കെ ഫീസ് വരുന്നുണ്ട്. ഒരു 4 മണി 4:15 ആയപ്പോഴാണ് നമ്മൾ പഴനിക്ക് എത്തിയിട്ടുണ്ടായത്. പിന്നെ അവിടുന്ന് വണ്ടി ഇവർ പാർക്ക് ചെയ്തോളാം, അനിയന്മാരും ഏട്ടൻ്റെ ഫ്രണ്ടും കൂടി പാർക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പോയി. നമ്മളിങ്ങനെ നടക്കുവാണ്. ഇതാ കാണുന്നത്, ആ വെളിച്ചം കാണുന്നുണ്ടോ, അതാണ് നമ്മുടെ പഴനി മല വരുന്നത്. അപ്പോൾ നമ്മൾ എത്രയോ താഴെയാണുള്ളത്. രാവിലെ സമയം തന്നെ എല്ലാവരും കുറച്ച് ഉറക്കത്തിൻ്റെ മൂഡിലാണ് ഉള്ളത്. ഞാനും ഏട്ടനും ഭയങ്കര ആക്റ്റീവായിട്ടാണ് ഉള്ളത്. കാരണം നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉറക്കം ഞെട്ടിയൊരു ഫീലൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എണീച്ചുകൊണ്ടൊരു ഉറക്ക ചടവുണ്ട്. അപ്പോൾ പുലർച്ചക്ക് നല്ല രീതിയിൽ തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പാണ്. മുന്നിൽ മാമൻ മോളെയും കൂട്ടിയിട്ട് പോവുകയായിരുന്നു. ഈ ഒരു ട്രെയിൻ എന്താണെന്ന് വെച്ചാൽ, ട്രെയിനല്ല, എന്തോ ഒരു ബസ്. അപ്പോൾ ആ ഒരു ബസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴനീൻ്റെ ചുറ്റും ഇത് ഈ ഒരു വഴിയിലൂടെയെല്ലാം ബസ്സിൽ പോകുന്നവർക്ക് അതിൽ കയറി ഫ്രീ സർവീസാണ്. അതിൽ കയറിയിട്ട് ട്രെയിൻ കയറണം. അതായത് പഴനി മലയിലേക്ക് മുകളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിന് കയറാൻ പറ്റും. 4:15. നമ്മളിപ്പോൾ അടിവാരത്തിലാണ് ഉള്ളത്. അടിവാരത്തിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് നടന്നു പോവുകയെന്ന്. എങ്ങോട്ടേക്കാണ് നടക്കുന്നത്? അടിവാരത്തിലേക്കാ പോകുന്നിപ്പോൾ. നമ്മളിപ്പോൾ അടിവാരത്തിലാണ് ഉള്ളത്. ഇനി ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇവർ തന്നെ അമ്പലത്തിൻ്റെ തന്നെ ആ ക്വാർട്ടേഴ്സിലാണ് പോയിട്ട് ഇപ്പോൾ നമ്മൾ താമസിക്കേണ്ടത്. പ്രൈവറ്റായിട്ട് താമസിക്കാം, പക്ഷേ അതിന് ഭയങ്കര എമൗണ്ട് ആവും. സോ അതുകൊണ്ട് ഇവിടെ എത്ര റേറ്റ്, ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ട് വേറെ വീഡിയോ ചെയ്യാം. അതെ, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് എത്ര ചിലവായി എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ റൂം എടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം അമ്പലത്തിലേക്ക് പഴനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പും ഭയങ്കര നീറ്റായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടുന്നും മുകളിലേക്ക് കുറേ പോകാനുണ്ട് നമുക്ക് പഴനിയിലെത്താൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് എത്തിയത് കൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു, നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവുകയായിരുന്നു. ഇവിടെയാണ് ക്വാർട്ടേഴ്സ് എന്നെല്ലാം അന്വേഷിച്ച് നമ്മൾ പോവുകയായിരുന്നു. ഇവിടെയൊക്കെ ഇതാ മൊബൈൽ ഫോൺ വെക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഫ്രീ ആയിട്ടുള്ള കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്.
അപ്പോഴതിനർത്ഥം മൊബൈൽസൊക്കെ ഇങ്ങനെ ഇവിടെ സൂക്ഷിക്കാനുള്ള സെൻറ്റേഴ്സ് ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, മുകളിൽ പഴനിമലയിലേക്ക് ഫോൺസ് ഒന്നും അലൗഡ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ എന്താ ഒരു ഇരിക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇരുത്തിയിട്ട് ഏട്ടനും അച്ഛനും കൂടിയിട്ട് റൂം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ, അമ്പലം വകയുള്ള ക്വാർട്ടേഴ്സിൽ അന്വേഷിച്ച സമയത്ത് അവിടെയൊക്കെ റൂം ഫുള്ളാണ്. അപ്പോഴിനി എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള റൂംസോ കാര്യങ്ങളോ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ബാഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നേരെ റൂംസൊക്കെ അന്വേഷിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളവിടെ ഇരിക്കുവാണ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ നമുക്ക് ഫൈനലി ഒരു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. റൂമിൻ്റെ വീഡിയോ ഞാൻ എടുത്തിനോന്ന് എനിക്ക് ഓർമ്മയില്ല, എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം. നമ്മൾ 1000 റുപ്പീസ് എങ്ങാനായിരുന്നു റൂമിന് വേണ്ടിയിട്ട് പേ ചെയ്തിട്ടുണ്ടായത്. ആ ഒരു 1000 റുപ്പീസിനുള്ള റൂമൊന്നല്ല നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. ഒരു 300-400 ഒക്കെ പേ ചെയ്തിട്ട് കൊടുക്കുന്ന റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് പഴനി മലയിൽ പോയിട്ടുള്ള വീഡിയോസ് ഒന്നുമില്ല. മോളുടെ മുടി മുറിക്കാനും മുടി മൊട്ടയടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുണ്ടായത്. അതിൻ്റെ വീഡിയോസ് പോലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പഴനിമലയിലേക്ക് ഫോൺ അലൗഡ് അല്ല. സോ താഴെ കുറേ ഈ നടന്നു പോകുന്ന വഴിക്കൊക്കെ വഴിയോരത്തിങ്ങനെ കുറേ മൊബൈൽസ് കീപ്പ് ചെയ്യുന്ന സ്ഥലമുണ്ട്, ചപ്പൽസ് കീപ്പ് ചെയ്യുന്ന സ്ഥലമുണ്ട്. പിന്നെ നമ്മൾ കരുതി അവിടെയൊന്നും വെക്കണ്ട, അതൊക്കെ ഫ്രീ ആയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ റൂമിൽ തന്നെ ഫോണും നമ്മുടെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായത്. ഇതാ കടകളൊക്കെ ഓരോന്ന് ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴനി മലയിലേക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു വീഡിയോസ് പോലും അവിടുത്തേത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് നമ്മൾ അതിൻ്റെ എന്തൊക്കെയാണ് അവിടുത്തെ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ റൂം, കണ്ടോ, ഒരു ഡബിൾ ബെഡ് റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. തീരെ സൗകര്യം ഉണ്ടായിട്ടില്ല, തീരെ വൃത്തിയും ഉണ്ടായിട്ടില്ല. ഒപ്പിക്കാം അങ്ങനെയുള്ളൊരു റൂമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. എന്തായാലും നമ്മൾ പൈസ കൊടുത്തതിനനുസരിച്ചുള്ള വീഡിയോ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളിതാ പഴനി മലയിലേക്ക് 7 മണിയായപ്പോൾ, ഒരു 6 മണി 7 മണിയായപ്പോൾ തന്നെ നമ്മൾ വേഗം ഉറങ്ങാനൊന്നും നിന്നിട്ടുണ്ടായിട്ടില്ല. പോയി ഫ്രഷായി നമ്മൾ നേരെ തിരിച്ച് മല കയറാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ മല കയറി നമ്മൾ തിരിച്ചൊരു 12 മണി 1 മണിയൊക്കെ ആയപ്പോഴായിരുന്നു എത്തിയിട്ടുണ്ടായത്. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ട്രാവലറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കുറച്ച് ദൂരെയായിരുന്നു നമ്മുടെ വണ്ടി വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ ഈ ഒരു ചെന്നൈയിൽ, തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് മരത്തിൻ്റെ താഴെ ഓരോ ദൈവത്തിൻ്റെ വിഗ്രഹം വെച്ചിട്ട് അവർ പൂജിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഗണപതിൻ്റെയും നാഗൊക്കെ ഉള്ളൊരു മരത്തിൻ്റെ അടിയിലായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അടുത്ത നമ്മുടെ സ്ഥലത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് കുറേ വിൻഡ് മില്ലൊക്കെ ഉണ്ട്. അധികം കോയമ്പത്തൂർ നല്ല വിൻഡ് മില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നേരിട്ട് കാണുകൂടി ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, നമ്മുടെ ട്രാവൽ എങ്ങോട്ടേക്കാണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. ഏതായാലും നമ്മൾ വീട്ടിലേക്കല്ല പോകുന്നത്, വേറൊരു സ്ഥലത്ത് കൂടി പോകാനുണ്ട്. അപ്പോൾ അതെങ്ങോട്ടേക്കാണെന്നുള്ള വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ, താങ്ക് യു.